പക്ഷേ ഓൺ ദ 16th ഡേ ബൈ ഡേ തിങ്സ് വേ ചേഞ്ചിങ്. 16 ദിവസമായപ്പോൾ ഒരു അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ഒരു മോഡറേറ്റ് സ്പ്ലീനോമെഗാലി ഉണ്ട് എന്ന് പറഞ്ഞു. 42nd ഡേ ആയപ്പോഴത്തേക്കും എന്താണ്, ഒരു നിയോനേറ്റൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. ഒരു ബയോപ്സിയൊക്കെ എടുത്ത് സ്റ്റഡി ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായത്, പോർട്ടൽ ഇൻഫ്ലമേഷൻ. ആ ഹൈലൈറ്റഡ് ഏരിയാസ് മാത്രം ശ്രദ്ധിക്കുക. പോർട്ടൽ ഇൻഫ്ലമേഷൻ, സ്പോട്ടി നെക്രോസിസ്, ബ്രൗൺ ബ്ലാക്ക് പിഗ്മെൻറ്റ് ഇൻ ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് കനാലിക്കുലേ. ഇതൊരു സ്രോതോവൈഗുണ്യം ആണോ അല്ലയോ? ഒന്ന് ഉഷാറായിട്ട് പറയൂ. അതെ അല്ലേ? അപ്പോൾ യകൃത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമോ, യകൃത് പ്ലീഹാനോ പ്രാപ്യ രാഗമുപൈതി അല്ലേ? അപ്പോൾ ആഹാരരസം യകൃത് പ്ലീഹകളെ പ്രാപിച്ചിട്ടാണ് രാഗമുപൈതി. ഈ കുട്ടിയുടെ ഹീമോഗ്ലോബിൻ ഒക്കെ നോക്കിയല്ലേ 9.5 ഉള്ളൂ അല്ലേ? അപ്പോൾ ആ രാഗം അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നോക്കിയ പോർട്ടൽ ഇൻഫ്ലമേഷൻ, അപ്പോൾ സ്രോതസ്സിലൊരു ഇൻഫ്ലമേഷനുണ്ട്. സ്പോട്ടി നെക്രോസിസ് ഡെഫിനറ്റ്ലി ചുരുക്കം വന്നിട്ടുണ്ട്. ബ്രൗൺ ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ ഇൻ ഹെപ്പാറ്റോസൈറ്റ്സ്, എഗെയിൻ കോശങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. കനാലിക്കുലയിലും പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ട് വന്നത് 41st ഡേയിലാണ്. അതിനിടയിൽ 27th ഡേയിൽ ഒരു ഹൈഡാ സ്കാൻ എന്ന് പറയുന്നൊരു സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇറ്റ്സ് എ റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റഡിയാണ്. ട്രിവാൻഡ്രത്ത് അത് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ മാത്രമേ ആ ഫെസിലിറ്റി ഉള്ളൂ. അവരവിടെ ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ്. ഇത് നോക്കി, ആ സ്ലൈഡിൽ നോക്കിയാൽ മൊത്തം ആ റേഡിയോ ഐസോട്ടോപ്പ് ക്യാൻ ബി സീൻ വെരി വെൽ ആസ് യെല്ലോയിഷ് ഓർ റെഡിഷ്. അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോയിട്ടില്ല, ദാറ്റ് ഈസ് സ്റ്റിൽ റിമൈനിങ് ഇൻ ദ ലിവർ. എക്സ്ക്രീറ്റ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? സ്രോതസ് തുറന്നിരിക്കണം. അപ്പോൾ സ്രോതസ്സുകൾ വിവൃതമല്ല, സ്രോതസ്സുകൾ സങ്കുചിതമായിട്ടിരിക്കുക. എങ്ങനെയാണ്? ജന്മനാ അങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു കണ്ടീഷനാണിത്. അല്ലാതെ നമുക്കിപ്പോൾ പറഞ്ഞ ജോണ്ടിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് വരുമ്പോൾ കയറി അടവ് വരുന്നത് പോലെയുള്ള സിറ്റുവേഷൻ അല്ല ഇവിടെ. ഓക്കെ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. ഓക്കെ, അപ്പോൾ എല്ലാ മണിക്കൂറുകൾ കഴിഞ്ഞെടുക്കുമ്പോഴും എന്താണ്? ദ റേഡിയോ ഐസോട്ടോപ്പ് ഈസ് സ്റ്റിൽ റിമൈനിങ് ഇൻ ദ ലിവർ വിതൗട്ട് എക്സ്ക്രീറ്റിംഗ് ഇൻ ടു ദ ഇൻറ്റസ്റ്റൈൻ ഓർ ടു ദ ഗാൽ ബ്ലാഡർ. See, the sequential images were taken. The liver shows uniform uptake, gallbladder and biliary tract not visualized in any of the frames. What does it mean? Definitely അവിടെ കംപ്ലീറ്റ് ബിലിയറി റാഡിക്കലിലും കംപ്ലീറ്റ് ആൻഡ് സ്ട്രക്ചറൽ ആയിട്ട് ആ ബൈൽ ഡക്റ്റ് എല്ലാം ക്ലോസ്ഡ് ആണ്, ഓപ്പൺഡ് അല്ല. ഓക്കെ, നല്ല ടോട്ടൽ ബിലിയറി അട്രീസിയ എന്ന് പറഞ്ഞ് വിച്ച് ഇസ് ഡയഗ്നോസ്ഡ് ബൈ ഡോക്ടർ ശ്രീകുമാർ sir. See, so confirmed total biliary atresia, gallbladder not distended. ഒരു ഓർഗൻ നോട്ട് ഡിസ്റ്റൻഡഡ് മീൻസ് അവിടെയും സ്രോതസ് സങ്കുചിതമായിരുന്നു എന്നർത്ഥം. ഓക്കെ, എന്തായാലും അഡ്വൈസ് സർജറി. ആക്ച്വലി കറണ്ട് സെനാറിയോയിൽ ദർ ഇസ് നോ വേ ഔട്ട് അതർ ദാൻ സർജറി. ഓക്കെ, ഒരു കസായി പ്രൊസീജിയർ എന്ന് പറഞ്ഞൊരു സർജറി ഉണ്ട്. ദർബൈ അവർ ലൂപ്പിംഗ് ഒക്കെ ചെയ്തൊക്കെ ഇടും. ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് ബെറ്റർ. പക്ഷേ ഒരു സക്സസ് റേറ്റ് കുറവാണ്, ലെസ് ദാൻ 4% ഒക്കെ സക്സസ് റേറ്റ് പറയുന്നത്. അത് ഫെയിലിയർ ആയാൽ ഒറ്റ വഴിയേ ഉള്ളൂ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ഈ കുഞ്ഞുവായിക്ക് 64 days ഉള്ള കുഞ്ഞുവാവിൽ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ പോസിബിലിറ്റീസ് ഉണ്ടോ? ഇല്ല, ഒരുപാട് ഡേഞ്ചറസ് ആണ്. ഇറ്റ് വാസ് എ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ഫോർ ദ കിഡ്. സി, പോസ്റ്റ്പോൺ ദ സർജറി ഡ്യൂ ടു ഫെയിലിയർ ടു ത്രൈവ്. ബിക്കോസ് 2.3 ആയിരുന്നു 1.9 ആയി 2 months കഴിഞ്ഞപ്പോൾ, കൂടുന്നതിന് പകരം കുറഞ്ഞു. ദെൻ SB വാസ് അഗെയിൻ down by 8.2 gram%. Finally, relatives were reluctant to do the surgery. സർജറിക്ക് കയറ്റുന്നതും തിരിച്ചിറക്കുന്നതും തമ്മിൽ അവരൊന്ന് ആലോചിച്ച് നോക്കി. അതിനൊക്കെ നല്ല കുട്ടി ഉള്ളിടത്തോളം ആയിക്കോട്ടെ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാനായിട്ടാണ് 64th ഡേയിൽ നമ്മുടെ അടുക്ക കൊണ്ടുവരുന്നത്. ഇതാണ് ആക്ച്വലി നോർമൽ സംപ്രാപ്തി എന്ന് പറയുന്നത്. ഇതാണ് എക്സ്ട്രാ ഹെപ്പാറ്റിക് ആൻഡ് ഇൻട്രാ ഹെപ്പാറ്റിക് ബൈൽ ഡക്ട്സിലെല്ലാം ഡാമേജ് വരുന്നു, പ്രോഗ്രസീവ് സെക്കൻഡറി ഇൻഫ്ലമേഷൻ വരുന്നു, ലീഡിങ് ടു ഫൈബ്രോസിസ്, ബിലിയറി സിറോസിസ്, ലിവർ ഫെയിലിയർ. ഡെഫിനറ്റ്ലി വിത്തിൻ മന്ത്സ് എവറിത്തിങ് വിൽ ഹാപ്പൻ. ഓക്കെ, ബിക്കോസ് ഓഫ് ദി സ്രോതോപരോധ. അപ്പോൾ ഒരു ഓർഗനാണ്, ഒരു ലിവർ എന്ന് പറയുന്ന ഒരു ഓർഗൻ. അതിനകത്തും ഇഷ്ടംപോലെ സ്രോതസ്സാണ് അല്ലേ? ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്താലും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, 1 in 10,000 to 15,000 ബർത്തൊക്കെ വരും. ഇതൊക്കെ പിന്നെ നോക്കിക്കോളൂ, നമുക്ക് സമയമില്ല. ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് എങ്ങനെ ഡിസൈഡ് ചെയ്തു? ഗസ് ചെയ്യാവോ ഇത് ഞാൻ ഏത് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഫോളോ ചെയ്തതെന്ന്? പാണ്ഡു കാമല രക്തപിത്തം. ജനറലി നമ്മൾ പറയും ഇതിനകത്ത് ശാഖാശ്രിത കാമലയുടെ ചികിത്സ ചെയ്താൽ മതി. കാമലയുടെ ചികിത്സയെക്കുറിച്ചേ ചിന്തിച്ചിട്ടേ ഇല്ല എന്നർത്ഥം. മനസ്സിലായോ?
ഈ ചികിത്സ ഇനി കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് ആകെ ചെയ്തത് സ്രോതശുദ്ധിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. അവിടെ കുട്ടി കാണിച്ച ലക്ഷണങ്ങളെല്ലാം പിത്തദുഷ്ടിയുടെ ലക്ഷണമായിരുന്നു. അതുകൊണ്ട് പിത്തദുഷ്ടിക്കുള്ള ചികിത്സ ചെയ്തു എന്നർത്ഥം. അതുകൊണ്ടുണ്ടായ റെസ്പോൺസ് നിങ്ങൾക്ക് ഇനി നല്ല രസമായിട്ടത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റിലും ഒരു സ്പെസിഫിക് ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജി മാത്രം എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, വിശേഷിച്ചും കുഞ്ഞുവാവുകളുടെ കാര്യത്തിൽ. ഞാൻ അവരുടെ കാര്യത്തിൽ കൂടുതൽ കൺസേൺ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ വെച്ചു. പാണ്ഡുവിൻ്റെ സംപ്രാപ്തി കൺസിഡർ ചെയ്തു. സംപ്രാപ്തി കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ ദോഷദൂഷ്യ സമ്മൂർച്ഛനത്തെയും അതിലെ സ്രോതസ്സുകളുടെ ഇൻവോൾവ്മെൻറ്റിനെയും ഞാൻ എടുത്തു. കാമിലെയും എടുത്തു, രക്തപിത്തത്തെയും എടുത്തു. കാര്യം എന്താണ്? അവിടെ ഒരു എൻ്റെ അടുക്ക വരുമ്പോൾ ഹെപ്പാറ്റോസ്പ്ലീനോമെഗാലിയ ഉണ്ട്. അപ്പോൾ യകൃത്തും പ്ലീഹുകളും വീങ്ങിയിരുന്നാൽ രക്തത്തെ മറക്കാൻ കഴിയുമോ? ഇല്ല. അത്രയേ ഉള്ളൂ. പിന്നെ പിത്തദുഷ്ടി ലക്ഷണങ്ങളാണ് പൊതുവേ കണ്ടത്. സ്രോതോരോധം സംഘമായിട്ട് അവിടെയുണ്ട്. രസദുഷ്ടിയുണ്ട്, രക്തദുഷ്ടിയുണ്ട്, വാദവൈഗുണ്യമുണ്ട്. ഇത്രയും ആണ് എൻ്റെ ബേസ് ലൈൻ ഡേറ്റ ആയിട്ട് വെച്ചത്. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ഐ സ്റ്റാർട്ടഡ് ട്രീറ്റിംഗ് ദ കിഡ്. ഓക്കെ, ഒരു കാര്യം ഓർക്കുക, ആ കുഞ്ഞാവ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോൾ കാണാം. ഓക്കെ, ഇത് ഞാൻ ഫാസ്റ്റായിട്ട് ഈ സ്ലൈഡ്സ് വിടും. ഇതിനകത്ത് ഒരു മറവുമില്ല. അന്നത്തെ ആ കുഞ്ഞിൻ്റെ കേഷീറ്റിൽ, ആയുർവേദ കോളേജ് ആശുപത്രിയുടെ കേഷീറ്റിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അത് തന്നെയാണ് ഇവിടെയുള്ളത്. എന്താ ചെയ്തതെന്ന് അറിയോ? പിത്തദുഷ്ട സ്തന്യത്തിൻ്റെ ചികിത്സയാണ് ഈ കുഞ്ഞുവാവയ്ക്ക് ചെയ്തത്. കാരണം പിത്തദുഷ്ട സ്തന്യത്തിൻ്റെ ചികിത്സ പറയുന്നത് പിത്തദുഷ്ടയെ അമൃത അഭീരു പടോലി നിംബചന്ദനം താത്രീ കുമാരശ്ച പിബേത് ക്വാഥയിത്വാസ ശാരീപം. ഇതിന് കറക്റ്റായിട്ട് അമ്മയുടെ സ്തന്യവാഹി സ്രോതസ്സുകളിൽ, അമ്മയുടെ സ്തന്യം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? രസപ്രസാദത്തിൽ നിന്നാണ് സ്തന്യം ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ആ സ്തന്യം രസപ്രസാദത്തിൽ നിന്ന് ഉണ്ടാവുന്നു, അത് കുഞ്ഞുവാവ കഴിക്കുന്നു, അല്ലേ? അപ്പോൾ അതിലുള്ള അതേ സാധനം എന്തുകൊണ്ട് കുഞ്ഞുവാവയ്ക്കും കൊടുത്തുകൂടാ? 64 ദിവസം പ്രായമായ കുഞ്ഞിന് ഞാൻ മരുന്ന് കൊടുത്തു, ഓറലി കഷായം വെച്ച് കൊടുത്തു. കുപ്പി കഷായമൊന്നും അല്ല, ഇതാ കൊടുത്ത ഡോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 drops every half an hour വിത്ത് ഖണ്ഡസിത, അതായത് കൽക്കണ്ടം ചേർത്തിട്ട് കൊടുത്തു. മനസ്സിലായോ? 5 തുള്ളി വീതം അരമണിക്കൂർ ഇടവിട്ട്. എനിക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഈവൻ ദ മോഡേൺ പീഡിയാട്രീഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. മാഡം എഗൻസ്റ്റായിട്ട് പറഞ്ഞു, സർ ഇറ്റ്സ് എ ഹൈ റിസ്ക് ബേബി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ബാക്കി പ്രശ്നങ്ങളുണ്ടാവും, അതാണ് ഇതാണ്. അപ്പോൾ ഞാനൊരു കൺസെൻറ്റ് മേടിച്ചു പേരൻസിൻ്റെ കയ്യിൽ നിന്ന്. കാര്യം അവർ പറഞ്ഞു ഇനി എന്ത് സംഭവിച്ചാലും ഇവിടെ വെച്ച് സംഭവിച്ചോട്ടെ, വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, പക്ഷേ കുട്ടി സ്റ്റാർട്ടഡ് റെസ്പോണ്ടിങ് വെൽ വിത്തിൻ 48 hours കേട്ടോ. നല്ല രസമായിരുന്നു. അമ്മയ്ക്ക് പാലൊക്കെ കുറവ്, കുട്ടി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മയുടെ സങ്കടമൊക്കെ മാറി തുടങ്ങി. നല്ലപോലെ കുടുകുടാ പാല് വരാൻ തുടങ്ങി. ചറപറ കുടിപ്പിക്കാനും പറഞ്ഞു. കാര്യം എന്താ, ഒരുമിച്ച് ഫുള്ള് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞുവാവയുടെ സ്റ്റൊമക്ക്. കാര്യം ആൾറെഡി എല്ലാർജ് സ്പ്ലീനുണ്ട്, എല്ലാർജ് ലിവറുണ്ട്. കുഞ്ഞ് ഇത്ര നീളമുള്ളൊരു കുഞ്ഞുവാവ, വലിയൊരു വയറും, തലയേക്കാൾ വലിയൊരു വയറും, ഇങ്ങനെ ഇരിക്കുന്നൊരു കുഞ്ഞുവാവയായിരുന്നു കേട്ടോ. അന്നൊന്നും അത് ഫോട്ടോ എടുത്ത് വയ്ക്കാൻ തോന്നിയില്ല. നമുക്ക് ക്ലിനിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഒരു വിഷമമാണ് ഇങ്ങനെയുള്ള കുഞ്ഞുവാവകളെ കാണുമ്പോഴേ. അങ്ങനെ ഞങ്ങളിങ്ങനെ 65th ഡേയിൽ ഒരു കുഴപ്പം പറ്റി. നോക്കുക, ഒരു പനി വന്നു, വീണ്ടും ടെൻഷനായി. അപ്പോൾ ജ്വരസംപ്രാപ്തി നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കത്തില്ലേ? ഇത്രയും പ്രോബ്ലം ഉള്ളൊരു കുഞ്ഞുവാവയ്ക്ക് പനി വന്നു. ഒന്നും ചെയ്തില്ല, സ്തന്യം നോക്കിയപ്പോൾ ഗുരുവാണെന്ന് തോന്നി. അമ്മയ്ക്ക് ഇച്ചിരി മരുന്ന് വീണ്ടും കൊടുത്തു. കുഞ്ഞുവാവയുടെ മൂത്രത്തിനൊരു ക്ലൗഡി അപ്പിയറൻസും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, യെല്ലോയിഷ് ഡിസ്കളറേഷനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് ക്ലിയറായി. ഇങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് SGOT, SGPT വാല്യൂസും എല്ലാം മോണിറ്റർ ചെയ്തു. എന്തിനാ കാര്യം എന്നറിയാവോ? ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആൾക്കാർ നമ്മളെ അടിക്കാൻ വരരുതല്ലോ. അതുകൊണ്ട് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് മോണിറ്റർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്തു. നോക്കിയേ, 76th ഡേയിൽ ഡിസ്റ്റൻഷൻ ഓഫ് ദി എബ്ഡോമൻ റെഡ്യൂസ്, വയറ് കുറഞ്ഞു വന്നു. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ നോക്കിയപ്പോൾ എല്ലാ ഹെമറ്റോളജിക്കൽ പാരാമീറ്റേഴ്സ് കമ്മിങ് ഡൗൺ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം 96ാമത്തെ ദിവസം എത്തി. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി. റിവ്യൂവിന് വന്നതാ, കൊച്ചിനെയും കൊണ്ട് ഞാൻ സോണോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. സോണോളജിസ്റ്റ് പറഞ്ഞു, സിൻസ് ഓൾ ദ പാരാമീറ്റേഴ്സ് ആർ വിത്തിൻ നോർമൽ ലിമിറ്റ്, യു പ്ലീസ് ഗോ അഹെഡ് വിത്ത് യുവർ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഡോണ്ട് റെഫർ ദ കേസ് ഫോർ ദ സർജറി എന്ന് പറഞ്ഞു. അലക്സ് ഇട്ടിയവര എന്ന് പറയുന്ന പ്രശസ്തനായ സോണോളജിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു 3 weeks കഴിഞ്ഞൊരു റിവ്യൂ പറഞ്ഞു. എന്തായാലും ദ ബേബി വാസ് റെസ്പോണ്ടിങ് വെൽ വിത്ത് ദ ഡ്രഗ്സ്. അതിനിടയ്ക്ക് ഷീ അറ്റൈൻഡ് ഓൾ ദ മൈൽ സ്റ്റോൺസ്.
Normally, she had a mild skin infection during the actually at around 11 months of age, which also responded to the usual course of treatment. See, Alexa told that on the 1 year, 6 days, we did another ultrasound and we were able to identify the gallbladder. This was a landmark in the treatment of this kid with Srotovaigunya. Identification of the gallbladder means there is no blockage. Okay? That the bile is coming to the gallbladder. So he was really surprised to see this report. He repeatedly did the work from different angles to identify. Yes, it's there, Anil, it's there. Okay, then shall we proceed with the previous investigations? Immediately we decided to go ahead with the HIDA scan. You can see that only in the initial slides you can see the radioisotope agent. The report came like this. The sequential images taken after the IV injection of the radiopharmaceutical agent shows good uptake by the liver, gallbladder and biliary seen at the normal time, good secretion, good excretion of the radiopharmaceutical agent seen into the intestine. Okay. Complete clearance from the liver. No evidence of biliary atresia. See, this is possible because here I have considered this Shakha. Okay, this disease was in relation, it has to be treated as, it is a Koshtangashrita Vyadhi, but spread it up to the Shakha. Okay, Shakha Rektadayas Toksha. The manifestations were there in the skin, on the skin. See, so similar pattern, there is no evidence of biliary atresia, and see the enlarged liver with normal echo texture. Do you remember there was portal inflammation? There was hepatocytes were having some amount of pigmentation. Okay, no canaliculi was seen. See, everything became normal by 28 November 2013. Okay. The events. The date of birth is 17. HIDA scan confirmed on 16th March. Date of admission in our hospital is on on April. USB gallbladder seen. HIDA scan no evidence of atresia. Liver normal echo texture. Gallbladder is normal. And the baby is still alive. But the problem is she's having actually 2-finger enlargement. Last 2 months before I saw the baby in February, after the birthday celebrations, she came to meet me. There is just 2-finger enlargement of the liver and around 3-finger enlargement of the spleen. It's still there, but the nutritional correction is going on, but she is improving. Okay. So as a tip, see, you just recall the events during the treatment, because everything happened and we were able to change the entire pathology by concentrating on the doshas and srotas involved. Okay, I have not pursued except the Nimbadi Kashaya. All other things were, all other combinations were prescribed in the Stanya Shodhana Chikilsa. Okay, so the drug which I was selected was apt in the management, because within 48 hours it showed a response. So I have not changed. Throughout the treatment protocol, I continued the same combination for clearing the srotas. Okay. Normally what we do, we can give some Virejana Aushadha, Mrudu Shodhana Aushadha. Is it possible in this small kid? Yes, there is severe malnourishment. Okay. So, ഒറ്റ കാര്യമുള്ളൂ, സ്രോതസ്സിൽ മധ്യമരോഗമാർഗായാലും ബാഹ്യരോഗമാർഗായാലും നമുക്ക് ചികിത്സയിൽ സാധ്യതകൾ ഒരുപാടുണ്ട്. അവിടെ നമ്മളത് എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഷ്ടത്തിലാണെങ്കിൽ വളരെ സിമ്പിളായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ കോഷ്ട ആശ്രിത രോഗങ്ങൾക്കെല്ലാം ഒരു കഫ ഡോമിനൻസ് ജനറലി കാണാം. ശാഖയിലേക്ക് വരുമ്പം പിത്താനുബന്ധിത്വം, മധ്യമ രോഗമാർഗത്തിലേക്ക് വരുമ്പോൾ വാദത്തിൻ്റെ അസോസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇനി അന്നവഹ സ്രോതസ് എടുത്തു കഴിഞ്ഞാലോ അവിടെയും കഫ ഡോമിനൻസ് ക്യാൻ ബി സീൻ. ഇനി ഉദകവഹ സ്രോതസ് എടുത്താൽ ലക്ഷണം വരുന്നത് താല്യോഷ്ട കണ്ടക്ലോമ ശോഷം പിപാസാം ചാതി പ്രവൃത്ത തൃഷ്ണ. Okay, there also you can see the pitta anubandha. And when you take the pranavaha srotas, you can see the association of vata, because swasa is adhisrishtam adhibaddham kupitam. So identify the lakshanas, identify the dosha dushti, the site of location of the
this dosha dushti, then treat accordingly. The treatment of sroto dushti, we can conclude like this: dosha shuddhi, dhatu shuddhi, mala shuddhi, and srota shodhana. Simply we can say, we just can recall these 4 points and can treat effectively. Okay, I think my intention was to motivate you and to convey that Ayurveda can treat things. The sources, actually the treatment principles laid down in Ayurveda can be effectively practiced in the management of doshas, in the management of diseases in relation to Koshta, Shakha and Madhyama Yoga Marga. And if you have got any doubt, you can please ask me. Okay. Yes, any more doubts, please? Because already we are learning late. Sleep is here. ഏത് സ്രോതസ്സാണെങ്കിലും ആ സ്രോതസ്സിൻ്റെ മൂലസ്ഥാനം ആലോചിക്കുക, എൻ്റെ ഗോചരസ്ഥാനം ആലോചിക്കുക, ദുഷ്ടി കാരണങ്ങൾ ആലോചിക്കുക, എന്നിട്ട് അവിടെ അസോസിയേറ്റ് ചെയ്യുന്ന ദോഷം ഏതാണെന്ന് ചിന്തിക്കുക, ചികിത്സിക്കുക. കാമലേക്കല്ല ചികിത്സ ചെയ്തത്, മനസ്സിലായല്ലോ? ദോഷം ഏതാണെന്ന് ചിന്തിച്ചു, സ്രോതസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, ദോഷത്തിനുള്ള ചികിത്സ ചെയ്തപ്പോൾ സ്രോതസ് റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, സോ ദ ട്രീറ്റ്മെൻറ്റ് ഗിവൻ വാസ് സിംപ്ലി തന്നെ ട്രീറ്റിംഗ് ദ പിത്തദോഷ. അവിടെ സ്രോതസ്സിനെ ശോധനം ചെയ്തേയില്ല, ഒരു സിംഗിൾ ഡ്രഗ് പോലും ശോധനത്തിനായിട്ട് അഡ്വൈസ് ചെയ്തിരുന്നില്ല. യു ജസ്റ്റ് ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു ഡിസ്കസ് ഓൾ ദ സ്ലൈഡ്സ്. യെസ്. Now it is time for doubt clearance and interaction. Yes. അവസാനത്തെ കേസിൽ ഉദരമില്ലായിരുന്നു, അപ്പോൾ വിരേചനം ചെയ്യേണ്ട കാര്യമില്ലേ? ജനിച്ചപ്പോഴേ 2.3 LBW. 64-ാമത്തെ ദിവസം, അതായത് 2 മാസവും 4 ദിവസവും കഴിഞ്ഞപ്പോൾ 1.9 കുറഞ്ഞു. അപ്പോൾ വിരേചനത്തിന് അനർഹയാണ് കുട്ടി. അല്ലേ? നതുരേശ്യോ നവജ്വരി അല്പാഗ്നി അധോഗവിത്താസ ക്ഷതവായു അതിസാരണമൊക്കെ പറയുന്നെങ്കിലും കുട്ടിക്കാര്യം വലുതായിട്ട് വരുന്നില്ല അവിടെ. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് ധാതുക്ഷീണാവസ്ഥയുണ്ട്, അല്ലേ? അണ്ടർ നറിഷ്ഡ് ആണ്, പിന്നെ സ്രോതസ്സിന് വൈഗുണ്യമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിരേചനത്തിന് കോൺട്രാ ഇൻഡിക്കേഷനുണ്ട്. ഇപ്പോൾ അഡൾട്ടിന് ഒരാൾ, ഇപ്പോൾ എനിക്ക് കാമല വരുന്നു, ഡെഫിനറ്റ്ലി എൻ്റെ സ്രോതസ് എല്ലാം പേറ്റൻ്റ് ആയിരുന്നു നേരത്തെ. ഇവിടെ നമ്മളൊരു വിരേചനൌഷധം കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കോംപ്ലിക്കേഷനിലേക്ക് മാറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിരേചനൌഷധം കൊടുക്കാനേ പാടില്ല. വിരേചനം കൊടുത്തില്ല, കാര്യം കാണിച്ച ലക്ഷണങ്ങൾ മുഴുവൻ പിത്തദൃഷ്ടിയാണ്. യെല്ലോയിഷ് ഡിസ്കളറേഷൻ, ക്ലേ കളേർഡ് സ്റ്റൂൾസ്, യെല്ലോയിഷ് യൂറിൻ, ഇതൊക്കെയായിരുന്നു സിംറ്റംസ്. അപ്പോൾ എല്ലാം ഞാൻ നോക്കി പീതത്വക്, നേത്രമൂത്ര ത്വക്, ശുദ്ധ ദാഹ, അല്പനിദ്രദാഹ, പിത്തം, സിമ്പിൾ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിലേക്ക് പോയി. ഫസ്റ്റ് ഇയർ BAMS ക്ലാസ്സിൽ പോയിട്ട് അത് മനസ്സിലാക്കി. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി ക്രിയാശരീരത്തിൽ കയറി. ക്രിയാശരീരത്തിൽ കയറിയപ്പോൾ പറഞ്ഞു യകൃത് പ്ലീഹാനോ പ്രാപ്യ രാഗം ഉപയോഗിതി. കുട്ടിക്ക് SB ഒക്കെ കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രക്തത്തിന് വർണ്ണത്വം കുറയുന്നുണ്ട്. ഈ രക്താനുബന്ധിത്വം കൊണ്ട് തന്നെ ഈ മഞ്ഞ നിറം വരികയും ചെയ്യാം. അപ്പോൾ രക്തപിത്തത്തെ കൂടെ കൺസിഡർ ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ സ്രോതസ് ഏതാണെന്നാൽ ലിങ്ക് പിടികിട്ടി. അപ്പോൾ രസത്തിനകത്ത് പണിഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുന്നതായി. അപ്പോൾ രസധാതുവിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കണേ, കുട്ടിയിൽ രസധാതു വലുതായിട്ട് ഉണ്ടാവുന്നില്ലല്ലോ, ഇത്രയും പ്രോബ്ലം കിടക്കുക. അപ്പോൾ അമ്മയുടെ രസധാതുവിൽ നിന്നുണ്ടാവുന്ന സ്തന്യം കുട്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോർട്ടിഫൈ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഫോർട്ടിഫിക്കേഷന് അമ്മയ്ക്ക് മെഡിസിൻ ഒരു വഴിക്ക് കൊടുത്തു. ഓക്കെ, അത് ആ ഫോർട്ടിഫൈഡ് ബ്രസ്റ്റ് മിൽക്കാണ് ഈ കുഞ്ഞുവാവ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അത് ചെല്ലുന്നതോടൊപ്പം തന്നെ കുട്ടിയിലെ രസധാതുവിൽ കളിക്കാൻ തുടങ്ങി. അതിനാണ് കുട്ടിക്ക് കഷായം കൊടുത്തത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഈവൻ ഞാനത് PG കോമൺ സെമിനാറിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ എല്ലാവരും ഇങ്ങനെ നെറ്റി ചുളിച്ചു. 64 ദിവസം പ്രായമുള്ള കൊച്ചിന് കഷായം കൊടുത്തു, ഹസ്മലൻ. എങ്ങനെ കൊടുക്കുക? എങ്ങനെ ധൈര്യം വന്നു 5 തുള്ളി വെച്ച് കൊടുക്കാൻ? ഞാൻ പറഞ്ഞു ഭാണ്ഡ കഷായ കൊടുത്തത്. ഭാണ്ഡ ആയാലും കെട്ടായാലും ശരി, സംഭവം കൊടുക്കാൻ പാടുണ്ടോ? കൊടുത്തു എന്നുള്ളതാണ് സത്യം കേട്ടോ. പിന്നെ എനിക്ക് നല്ല കുറച്ച് PGs ഉണ്ടായിരുന്നു അന്ന്. ആക്ച്വലി ദേ വെയർ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ദ കേസ്. ത്രൂ ഔട്ട് ദ ഡേ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. കുട്ടി എന്തെങ്കിലും അസ്വാസ്ഥ്യം കാണിച്ചാൽ ആദ്യം ചെയ്യുന്നത് കുട്ടിയെ പരിശോധിക്കും, രണ്ടാമത് ചെയ്യുന്നത് സ്തന്യ പരീക്ഷ ചെയ്യും.
അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്തു. അവിടെയും രസധാതുവിലാണ് കളിച്ചത് മുഴുവൻ. ഈ രസമാണല്ലോ യകൃത് പ്ലീഹാനോ പ്രാപ്യ രാഗമോപൈതി അല്ലേ. ലക്ഷണം കണ്ടതോ പിത്തത്തിൻ്റെ ലക്ഷണം. അപ്പോൾ പിത്തത്തിൻ്റെ ചികിത്സ എങ്ങനെ ചെയ്തു? സ്രോതസ് ശുദ്ധമായി. വളരെ സിമ്പിളല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റണം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് വ്യാധ്യവസ്ഥാ വിഭാഗജ്ഞോ പശ്യന്നാർത്താൻ പ്രതീക്ഷണം. നമ്മളൊരു വിരേചനത്തിൽ എഴുതിയിട്ട് പിന്നെ അടുത്ത 24 മണിക്കൂറേ കഴിഞ്ഞിട്ടേ പോയി കാണുള്ളൂ. 7 ദിവസത്തേക്ക് കായസൈകം എഴുതിയാൽ പിന്നെ 7-ാം ദിവസമേ നമ്മൾ എന്തായി എന്ന് അന്വേഷിക്കാറുള്ളൂ. പക്ഷെ പ്രതീക്ഷണം എന്നാണ് ആചാര്യം പറയുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ 100% അത് ഉറപ്പാണ്. ഓരോ മൊമെൻറ്റിലും വി ഹാവ് ടു ഫോളോ അപ്പ് ദ കേസ്. യെസ് ഭയ്യ, എനി മോർ ക്വസ്റ്റ്യൻസ്? Sir, comparatively that Koshtagat or Shakhagat, that Madhyam Rog are difficult to treat. So starting 2 cases, you treat it very well. Sir, will you explain that Shodhan and Shaman medicine, what is it? Actually, that depends. Almost all the cases I prefer. Actually, I will decide the treatment protocol first. Then I will go ahead in the selection of the drugs. Okay, because in some cases, for example, some babies they will not pass motion because even after taking 25 ml of Gandharva, there is no response. If I take a 2.5-year-old child is taking 20 ml of Gandharva without any response, it happened because while I was doing my PG, I saw such cases. So I was really surprised to see such cases in the IP. So I started asking questions to clarify these things. So that time in a discussion, Ruksha Bakhvanila Krura Koshta Vyayamashilinam Deeptagninam cha Paishajyam Avire Cheva Jididi. If I take 20 ml of Gandharva, I will lose 2 days of casual leave. See, because my Koshta is Mridu. This 2.5-year-old baby is taking 20 ml. I won't prescribe because there is a fashion there. But even after taking that much quantity, they were not passing the motion. So what we have to do? Tebhyo vasti purodidya tadasnigdham virejana. Because that is the prakriti. Because of the disease, the Koshta is like that. So you have to treat accordingly. You have to start with vasti initially. Tebhyo vasti purodidya tadasnigdham virejana. Okay. So likewise, controversies may arise during the cases. So if you take 10 cases, we may have to select 10 drugs, separate independently 10 drugs for each case. Okay, independent drugs, independent combinations for each case. Some people, they will, children, they will respond to even single drug with Abhaya and all. But others, Draksha is more than enough. But for some, we may have to give Vasti initially, then you go ahead with the other Anulomana drugs. So likewise, if we go on discussing such cases, this actually that needs a lot of time. Okay, but it is possible. Okay, all sorts of drugs can be used. I think my colleagues, he'll be talking about Sramsana, Bhedana and all, my friend and my student, because I consider all students as my friends. Okay. Thank you. Is there any more question? Because within 15 minutes I will leave the station. I will not be here for the entire program. It is time to start students' presentation. Yes, I know, ma'am. And thank you for your patient listening. And I thank the organizers, particularly my favorite student, Karthik. He's a dynamic personality and he's the person behind in deciding this. And again I congratulate the College Union the entire organization for organizing such a wonderful event. Okay, and thanks a lot for the patient hearing. Thank you. Thank you, Dr. Anil Kumar sir, for your Good evening, friends. I'm going straight to my presentation, Shodhana and Shamana in Srotas. But the basics we have gone through the morning session, the definition of Srotas. So, Srotas means inner tract, vessel, aperture or cavity which is covered by some solid tissue, and all the definition and classification of Srotas, Bahya and Abhyandra. This Bahya Srotas we have already taught in the morning session that 9 Bahya Srotas which have some relevance in the
administration of doing shodhana, while administering the drug, and for eliminating the doshas, the bahya shrotas have some importance, and the abhyantara shrotas, 3 for the prana and udaka, then the 7 for dhatus, and the 3 for malas, and the susrat added one more artava vaha shrotas. And the concept of koshta and shaka, we should have some idea about the basic physiology before going to pathology. We have some idea about the koshta and shaka. The koshta, this concept is same as that of strothas, that formed of the two words kusham plus tam, and is space covered with a wall covering the space, and that's koshta. And shaka, it includes all the dhadus that made up of cells except rasadhatu. This rasadhatu is included in the koshta, and it's not formed of the paramanus, and this marma, asti, santi, and tvak comes under the concept of shaka. And the concept of koshta gati and shaka gati, that's a basic go to the basic physiology that's happening in our body, the normal movement of doshas from shaka to koshta and vice versa, for the purpose of grahana, pachana, agirana, and malanirharana from ahara, jala, and prana. This is a basic physiology that's happening in our body. And dosha gati in roga, that's a pathology. It's a movement of doshas from koshta to shaka, and the dosha dushya samorchana occurs in the srotas. That's the pathology that happens in roga. And the cause for obstructed dosha gati or shaka gati, that's dosha vritti, and that happens in the srotas during pathology is the dosha vritti and vikasa and srotas, and dosha mixes with ama, and the third, the important sroto vaigunya. And this importance of srotas in roga, that yatra sankakha vaigunyat vyadis tatra upachayate. All the disease occurs to the vitiation and obstruction of srotas. And the important part, the vyadhi marga, importance of vyadhi marga in roga. In roga, the dosha gati, we have already gone through this roga margas, this dosha gati in physiology, and in pathology it's better to consider the vyadhi margas. The koshta gati, the shakha gati, and marma, asti, santi gati of